നേന്ത്രപ്പഴം വാങ്ങിയിട്ട് നന്നായി പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് കളയണ്ട. അത് ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം അതിനാവശ്യമുള്ള ശർക്കരയും കൂടെ ഉരുക്കുക. ഇതിപ്പോൾ ഒരു 25ഓളം പഴം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് 1/2 കിലോ ശർക്കരയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴത്തിനനുസരിച്ചിട്ട് ശർക്കര എടുക്കുക. ഇനി അത് ഒരു വരട്ടാനുള്ള ഉരുളിയിലോ ചൂട് കട്ടിയുള്ള പാത്രത്തിലോ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ശർക്കര പാനിയും കൂടെ അരിച്ചൊഴിക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇടയ്ക്ക് ഇതൊന്ന് പൊട്ടിത്തെറിക്കും ഇതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ. അപ്പോൾ നമുക്കതൊന്ന് ഇടയ്ക്ക് ഫ്ലെയിം ചെറുതാക്കി വെച്ചാൽ മതി, അപ്പോൾ പൊട്ടിത്തെറിക്കില്ല. അങ്ങനെ കുറച്ച് നേരം കൂട്ടിയും കുറച്ചും ഒക്കെ വെച്ച് ഇടയ്ക്ക് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും 2 ടേബിൾ സ്പൂൺ വീതം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ വരട്ടിയെടുക്കുക കേട്ടോ. ഇത് വേണമെങ്കിൽ ഹലുവയാക്കാം. ഹലുവയാക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ എണ്ണ ഒഴിക്കണം. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. വലിയ എന്താ പറയുക കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ വരട്ടി ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ വരട്ടുന്നതാണ് ഇതിൻ്റെ കാര്യം. അതാണ് ഓരോ 15 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കൂടുമ്പോൾ നമ്മൾ 2 ടീസ്പൂൺ വീതം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ആദ്യം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ ഇതിങ്ങനെ വറ്റി തുടങ്ങില്ലേ, അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചും കൂടെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ തെളിയണതാണ്. ഇതിൻ്റെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ ഉരുട്ടി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണയും തെളിഞ്ഞു വരും. അതാണ് ഇതിൻ്റെ പാകം കേട്ടോ. അങ്ങനെ എടുത്ത് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പഴം വരട്ടിയത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ചാൽ മതി. ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന അത് മാത്രം പുറത്തെടുക്കുക. കഴിക്കുന്നത് മാത്രം എടുത്തിട്ട് ഒന്ന് തണവ് മാറാൻ വയ്ക്കുക. തണവ് മാറിക്കഴിയുമ്പോൾ മക്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഇതുപോലെ ഓരോ സ്പൂൺ എടുത്തിട്ട് കൊടുക്കുക. നല്ലതാണ് കേട്ടോ. നല്ല ഉഷാറായിട്ടിരിക്കാൻ കുട്ടികൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനായിട്ട് ഇത് നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക.